കേരളത്തിലെ ആളുകളെ കേന്ദ്ര BJP കാണുന്നത് വെറും അടിമക്കണ്ണുകളായിട്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നതിൽ നമുക്ക് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ കേരളം സ്വർഗരാജ്യമാക്കി തീർക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ആ പ്രസംഗത്തിൽ എന്തെല്ലാമാണ് വലിച്ചുവാരി പറയുന്നത്. അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡല്ലേ ഒരു സംസ്ഥാനത്തെ ഒരു ഗതാഗത മന്ത്രിയെക്കുറിച്ച് ഈ സുരേഷ് ഗോപി പറഞ്ഞത്. ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതല്ലേ. പക്ഷെ ഇതൊന്നും ചെയ്യിപ്പിക്കാത്ത ഒരു BJP നേതൃത്വമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്ക് സുരേഷ് ഗോപിക്ക് ഇനി പുറത്തിറങ്ങി ആളുകളുടെ മുഖത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയേ പറ്റുന്നു. കേരളത്തോട് കേന്ദ്രം കാണിച്ചിരിക്കുന്ന ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു വേദിയിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, ഏതൊരു മലയാളിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴും ഇത് ഒരു അപമാനം കൂടിയാണ്. തങ്ങൾ അടയ്ക്കുന്ന നികുതി പിരിച്ചുകൊണ്ടു പോകുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാരാണ് കേരള സംസ്ഥാനത്തോട് ഇതേ രീതിയിലുള്ളൊരു അവഗണന കാണിച്ചിരിക്കുന്നത്. ഇതിന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. നമസ്കാരം. കേന്ദ്ര ബജറ്റിൽ ഈ സുരേഷ് ഗോപി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കി കണ്ടിട്ടില്ല. ആകെ മൊത്തം കേരളത്തിനെ അവഗണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി രാജിവെക്കാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നതിൽ നമുക്ക് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ രാവിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ മാരാർജി ഭവനിൽ വളരെ വലിയ ഒരു നേതാക്കന്മാരുടെ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതായത് ബിഗ് സ്ക്രീനിന് മുമ്പിലൊക്കെ ഇരുന്ന് ബഡ്ജറ്റ് പ്രസംഗം കേൾക്കുന്നു. ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിയ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു കേരളത്തിൽ എന്നൊക്കെയുള്ള ഒരു ധാരണയൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ പകർത്തി. കുറേ അധിക സമയം ഒരുപാട് ആളുകളെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന് മുമ്പിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സഹായിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ മാരാർജി ഭവനിൽ തമ്പടിച്ചു തന്നെയാണ്. എല്ലാവരും തന്നെ ഇപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും ശരിക്കും പകച്ചു പോയിരുന്നു. എന്തൊക്കെ പുതിയ പ്രഖ്യാപനങ്ങളാണ് നടത്താൻ പോകുന്നത്? വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കയിലായിരുന്നു UDFും LDFും ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ മാരാർജി ഭവനിൽ നേതാക്കന്മാരുടെ വലിയൊരു കൂട്ടം. ഇതൊരിക്കലും നടക്കാത്ത സംഭവമാണ്, ഒരിക്കലും നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തെല്ലാമൊക്കെ പ്രതീക്ഷിച്ച് അവിടെ പോയിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ ഒഴിവാക്കി എങ്ങനെ ഒളിച്ചോടും എന്നുള്ള ഒരു ആലോചനയിലായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. എന്തൊക്കെയോ പറഞ്ഞു, ഇത് എവിടെ നിന്ന് കൊണ്ടുവരും, എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലറി വിളിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ഗതികേട് നമ്മൾ കണ്ടതാണ്. ഈ സമാനമായ ഒരു ഗതികേടാണ് സുരേഷ് ഗോപി നേരിടുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ കേരളം സ്വർഗരാജ്യമാക്കി തീർക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ ആ മറ്റേ മോനോട് പറഞ്ഞേക്ക് എയിംസ് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമാ ഡയലോഗിലുള്ള പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ ഈ പ്രസംഗങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ലെന്നും കേരളത്തിലെ ആളുകളെ കേന്ദ്ര BJP കാണുന്നത് വെറും അടിമക്കണ്ണുകളായിട്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇനിയെങ്കിലും ഈ കേരളത്തിൽ നിന്നുള്ള BJP പ്രവർത്തകർ കുറച്ചുകൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന്. കാരണം ഇവർ കൂടി ആവശ്യപ്പെടണം കേന്ദ്രത്തോട്, എന്തെങ്കിലുമൊക്കെ കേരളത്തിനും കൂടി നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. മറിച്ച് ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് അത് വെച്ച് ഊൺസടിച്ച് ജീവിതം അങ്ങോട്ട് തീർത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമുണ്ട്? ഒരു സംഘടനാ പ്രവർത്തനമല്ലേ? ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതല്ലേ. പക്ഷെ ഇതൊന്നും ചെയ്യിപ്പിക്കാത്ത ഒരു BJP നേതൃത്വമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേന്ദ്ര പദ്ധതികളിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ പോലും കുറവ് വരുത്തുന്ന സമയത്ത് അതുപോലും ചോദ്യം ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു നേതാവ് പോലും BJPക്കകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. പണ്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിനെ അവഗണിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാർ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് BJPക്കാർക്ക് അത് സാധിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം BJPക്കാർ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്ക് സുരേഷ് ഗോപിക്ക് ഇനി പുറത്തിറങ്ങി ആളുകളുടെ മുഖത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയേ പറ്റത്തുള്ളൂ. അത് കൂടാതെ തന്നെ സുരേഷ് ഗോപി എന്ന് കേന്ദ്ര സഹമന്ത്രിയായിട്ട് പുള്ളിക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്തോ അന്നു മുതൽ തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് നടക്കുന്നത്
എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സുരേഷ് ഗോപി മത്സരിച്ച് ജയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പ്രതീക്ഷിച്ച ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമാണ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ കുറിച്ചും സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ കേന്ദ്ര ഇന്റലിജൻസ് തന്നെ ആർക്ക് കൊടുത്തിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹമന്ത്രിയാക്കിയപ്പോൾ തന്നെ BJPക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കി കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ ആരെയെങ്കിലും കിടത്തി പൊറുപ്പിക്കുമായിരുന്നോ? കാരണം ഒരു രാജാവ് നടക്കുന്നവർ എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ആ പ്രസംഗത്തിൽ എന്തെല്ലാമാണ് വലിച്ചുവാരി പറയുന്നത്. അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡല്ലേ ഒരു സംസ്ഥാനത്തെ ഒരു ഗതാഗത മന്ത്രിയെ കുറിച്ച് ഈ സുരേഷ് ഗോപി പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേവരെ ഏതെങ്കിലും ഒരു കേന്ദ്ര സഹമന്ത്രി ഇതേ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇതേമാതിരി കോമാളി വേഷം കെട്ടിയിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അദ്ദേഹം തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എത്ര മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇതിപ്പോ ഒരു സുവർണാവസരമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇനി ഒറ്റക്കൊമ്പൻ പോലെയുള്ള സിനിമകൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഒറ്റക്കൊമ്പൻ ഒരു വിജയമാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സിനിമകൾ ഇനിയും സുരേഷ് ഗോപിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ പല പ്രാവശ്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര സർക്കാർ വേണ്ട, താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ സുരേഷ് ഗോപിയോട് നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ അമിത്ഷാ വിളിച്ചിട്ട് പറഞ്ഞു താൻ ഇനി രാജിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ പിടിച്ച് അകത്തിടും എന്നൊക്കെയുള്ള ഭീഷണി വരെ മുഴക്കിയെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് ഇതിപ്പോ ഒരു സുവർണാവസരമാണ്. ഈ സുവർണാവസരം തീർച്ചയായിട്ടും സുരേഷ് ഗോപി മുതലാക്കും. കാരണം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് താൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം സുരേഷ് ഗോപി നടത്തിക്കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയുടെ നാളിതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കോമാളിത്തരങ്ങളും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ഹീറോ പരിവേഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഹീറോ പരിവേഷത്തെ വേണമെങ്കിൽ 2026 നടക്കാൻ പോകുന്ന, അതായത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും. ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്കായിരിക്കും ഇനി BJP നീങ്ങുക. അങ്ങനെ ഒരു തന്ത്രം BJPക്ക് ഉണ്ടെങ്കിൽ, കാരണം സാധാരണ ഒരു രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നസ്രാണികൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ നേരെ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊക്കെ നേരെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഛത്തീസ്ഗഡിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകി വരുന്നു. അപ്പോൾ കേന്ദ്ര BJPയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇത് സഹായകമാകും. കേന്ദ്ര BJPയുടെ ബഡ്ജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് ഗോപി രാജിവെക്കുന്നത്. അങ്ങനത്തെ ഒരു രാജി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആളുകൾ ചിന്തിക്കും, ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരു നേതൃത്വമാണോ കേരളത്തിലെ BJPക്ക് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ പൊതുജനം ചിന്തിക്കും എന്ന ഒരു ധാരണ കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, സുരേഷ് ഗോപി അധികം താമസിയാതെ തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ, ഇന്നിപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട്, ഇന്നോ നാളെയോ പ്രധാനമന്ത്രിയെ കാണും. പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകും. നിവേദനം നൽകി ഒരു 8-10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന്മേൽ യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അത് വലിയൊരു പൊളിറ്റിക്കൽ തന്ത്രം കൂടിയാണ് BJPയെ സംബന്ധിച്ചിട്ട്. കാരണം കേരളത്തിലെ BJP മറ്റ് സംസ്ഥാനങ്ങളിലെ BJPയിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിലെ BJP നേതൃത്വത്തിന് സ്വന്തമായിട്ട് അവർക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പൊതുജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യുന്നുണ്ട് ഈ രാജി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വരും തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ശക്തമായിട്ട് BJPക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ BJP എന്ന് പറയുന്നത് കേന്ദ്രവുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ BJPക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാലും, എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കേരളത്തോട് കേന്ദ്രം കാണിച്ചിരിക്കുന്ന ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു വേദിയിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം കേരളത്തിലെ ആളുകളുടെ കൂടി നികുതി പിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെക്കുള്ള അധികാരം, അതോടൊപ്പം തന്നെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യ. ഇത്രയും ദുരന്തമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഇതിനു മുമ്പ് ഒരു കേന്ദ്ര സർക്കാരും അവതരിപ്പിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ അഡ്വക്കേറ്റ് ജോർജ് കുര്യനൊക്കെ പറയുന്നുണ്ട്, നമ്മളെല്ലാത്തിലും പിറകോട്ടാണ് എന്ന് പറയൂ. നമുക്ക് റോഡുകളില്ല,
നമുക്ക് നല്ല ആശുപത്രികളില്ല, നമ്മൾ ഒന്നിലും നമ്പർ 1 അല്ല എന്ന് പറയൂ. അങ്ങനെ നമ്മളൊന്നും നമ്പർ 1 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം കേരളം ഒരുപാട് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊക്കെ വളരെ വളരെ പെട്ടെന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കിഫ്ബി പോലുള്ള പദ്ധതികൾ അതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളം ഒരുപാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പിറകിലാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ കേന്ദ്രം പൈസ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നതിലെ ന്യായം എന്താണ് എന്ന് മലയാളികൾക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, ഏതൊരു മലയാളിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴും ഇത് ഒരു അപമാനം കൂടിയാണ്. തങ്ങൾ അടയ്ക്കുന്ന നികുതി പിരിച്ചുകൊണ്ടു പോകുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാരാണ് കേരള സംസ്ഥാനത്തോട് ഇതേ രീതിയിലുള്ളൊരു അവഗണന കാണിച്ചിരിക്കുന്നത്. ഇതിന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. അത് ഏത് തരത്തിൽ ഉയർന്നു വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം BJPയുടെ വോട്ട് ലക്ഷ്യം വെക്കുന്ന UDFും LDFും ഒക്കെ ഇത് എത്രത്തോളം സമരം ശക്തമാക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു കാര്യം പറയാം, നഷ്ടം മലയാളിക്കാണ്, നഷ്ടം കേരളത്തിനാണ്. ഇത് രാഷ്ട്രീയ കളിയാണ് കേന്ദ്ര സർക്കാർ കളിച്ചിട്ടുള്ളതെങ്കിൽ അതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. അത് സുരേഷ് ഗോപി രാജിവെച്ചിട്ടെങ്കിലും കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.